ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റേഡിയോ സോണിയുടെ റേഡിയോ ആണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതാണ് നമ്മുടെ റേഡിയോ. ഇത് നമുക്ക് കുമ്മളിൽ നിന്നൊരു ചേട്ടൻ അയച്ചു തന്നാണ്. അപ്പോൾ ഈ റേഡിയോ നന്നാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ റിപ്ലൈ എന്നാന്ന് നമുക്ക് ചിലരൊക്കെ അയച്ചു തരാറുണ്ട്. ചേട്ടൻ അയച്ചു തന്നിട്ടില്ല, എന്നാലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പം ചേട്ടനൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ. അപ്പം റൂമിനകത്തുനിന്ന് ഏതോ ഒരു റൂമിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു സ്ക്രാപ്പിൽ നിന്ന് വല്ലതും കിട്ടിയതാണ്. അപ്പോൾ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നൊരു പച്ചക്കറം കണ്ടോ, നമുക്ക് കാണാം. അതിൻ്റെ സ്റ്റേഷൻ്റെ മെക്കാനിസത്തിൻ്റെ പിന്നെ ഇതുപോലെ വയറൊക്കെ ഇട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കറിയത്തില്ല, നോക്കണം. അകത്ത് സ്പീക്കറില്ല. സ്പീക്കറൊക്കെ വലിച്ചാറുണ്ട്, പറിച്ചുകൊണ്ട് പോയി ഡയഫ്രം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സെറ്റുകൾ മിക്കവാറും തന്നെ നന്നാക്കാൻ പറ്റാതെ ടെക്നീഷ്യന്മാരെല്ലാം ഉപേക്ഷിക്കുക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മുഴുവൻ SMD ആണ്. വെറുതെ കുത്തിയിരുന്ന് നമ്മൾ സമയം കളയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പോലത്തെ PC നമുക്ക് സ്ക്രാപ്പിൽ തള്ളാതെ ചെറിയൊരു പൊടിക്കൈ പരിപാടി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. നല്ല സമയമെടുത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മെയിൻ IC പോയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. മിക്കവാറും തന്നെ ഈ സെറ്റ് ആരും അങ്ങനെ ചെയ്യത്തില്ല. അത് അവരെ അല്ല കുഴപ്പം കൊണ്ടല്ല, ഇത് വെറുതെ സമയം കളഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം, മെയിൻ ടെക്നീഷ്യന്മാർക്കൊക്കെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയല്ലേ. ഇതിനു വേണ്ടി കുത്തിയിരുന്ന് സമയം കളഞ്ഞിട്ട് അവർക്ക് അതിനകത്തൊന്നും കിട്ടാനില്ല. തന്നെയല്ല, ഇത് മെയിനായിട്ടൊരു SMD PCB ആണ്. നല്ല കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ സർവീസിങ് ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ PCB മാറി തരുമായിരുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ IC പോയിട്ടില്ലെങ്കിൽ ഇതിനെ ഒരു ചെറിയ മോഡിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ കണക്ഷനെല്ലാം കൊടുത്ത് ഇതിന് സപ്ലൈയും കൊടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഈ കൺട്രോളിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നൊരു രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഈ മെക്കാനിക്കൽ ഈ നമ്മുടെ ഊരിക്കിടന്ന വച്ചക്കറൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വയറിട്ടാണ് ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഇതിനകത്ത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അതിനെ ഒരു ബൈപ്പാസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കണക്ഷനല്ല. അപ്പം സ്വിച്ചിങ് ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കി ഇതിനെ ബൈപ്പാസ് ചെയ്തു. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഇതിനെ ഓണാക്കി നോക്കണം. ഇതിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തതിന് ശേഷം ഇത് വർക്കിംഗ് ആണോ എന്നറിയണം. അപ്പോൾ ഇതിന് മെയിൻ IC പോയിട്ടില്ലാഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്കിതിനെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം ഇതിനെ ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി നോക്കാം. ഞാനിതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിന് ആൻറ്റിന സർക്യൂട്ടും കാര്യങ്ങളും ഒന്നും നമ്മൾ ഈ പോയിൻ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഓണാക്കിയാലും ഇത് വർക്കാകത്തില്ല. ഇതിൻ്റെ BPF ഈ ഇരിക്കുന്ന ഈ കമ്പോണൻ്റാണ് ആൻറ്റിന ഫിൽറ്റർ. അപ്പോൾ അതിലൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്. കാരണം സ്വിച്ചിങ്ങും ഒരു ഭാഗം എടുത്ത് മാറ്റിയിരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ കയറി ഇറങ്ങി വന്ന് ഇത് കണക്റ്റ് ആകത്തില്ല, ആൻറ്റിനയുടെ കണക്ഷനൊന്നും. ഞാൻ ഇതിൻ്റെ കണക്ഷൻസ് മനസ്സിലാക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അടുത്തുള്ളൊരു കണക്ഷൻ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വേണമെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് റെഡിയാക്കി തരാം. പിന്നെ ഇതിനകത്ത് വേറൊരു ചെറിയൊരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ട്യൂണിങ് LED ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. LED ഒക്കെ ചെക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാക്കില്ലേ. ഡയോഡിൻ്റെ മോഡിലിട്ടിട്ട് പൊളാറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ LED ചെറുതായിട്ട് കത്തും കേട്ടോ. ഇത് വൺ സൈഡ് ഡയോഡ് പോലെ തന്നെ കണ്ടിന്യൂറ്റി കാണിക്കും. അപ്പോൾ അത് ട്യൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെട്ടം കൂടെ നമുക്കൊന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റേഡിയോയുടെ മെയിൻ IC പോയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 50% നമുക്കത് റെഡിയായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണക്ഷൻസ് എല്ലാം കൊടുത്തു, ഓണാക്കി ഞാൻ കേൾപ്പിക്കാം. നമ്മുടെ ഈ കൺട്രോൾ തന്നെ നമ്മൾ എക്സ്ട്രാ കൺട്രോൾ സെപ്പറേറ്റ് 10K ഒന്നും വെച്ചിട്ടില്ല. ആ കൺട്രോൾ കട്ട് ചെയ്തിട്ട് ആ കൺട്രോളോട്ട് തന്നെ നമ്മൾ കണക്ഷൻ ഇതിൻ്റെ വോളിയം അത്യാവശ്യം സെറ്റാക്കുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓണാകുമ്പം ട്യൂൺ ചെയ്ത് കഴിയുന്ന
അവസ്ഥയിൽ നമുക്ക് അത്യാവശ്യം ഇതുണ്ടോ ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പ്രോഗ്രാം നല്ല ക്ലിയർ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ IC ഫങ്ഷൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കേട്ടിരുന്ന പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനകത്ത് ഒരു പ്രശ്നമില്ല. പിന്നെ കൃത്രിമമായിട്ട് നമ്മൾ സാധനങ്ങൾ ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതിനെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം നല്ല നമുക്കൊരു വാല്യൂ ആയിട്ടുള്ളൊരു സാധനം ഇതിനെ സ്ക്രാപ്പിൽ തള്ളിക്കളയണ്ട, ഇവനൊരു ചെറിയ ജീവൻ കൊടുത്തിട്ട് ഇവനെ നമുക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനൊരു ഗുണമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ടൈപ്പ് വൂഫർ ടൈപ്പ് സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അതേ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ സ്പീക്കർ കളയാതിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കാമായിരുന്നു. പണ്ട് നമ്മൾ G-Pass-ൻ്റെ സ്പീക്കർ റെഡിയാക്കിയതൊക്കെ ഡയഫ്രം ഊരിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ സാധനം നമുക്കില്ലാതെ നമുക്കിത് വാങ്ങിക്കാനും കിട്ടത്തില്ല, നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയേരും. ഉണ്ടോ ഈ ഒരു ഇൻസുലേഷൻ ടൈപ്പിൻ്റെ കനം കൊടുക്കുന്നുണ്ട് സ്പീക്കറിനൊക്കെ. സ്പീക്കർ നമുക്കൊരെണ്ണം ചെറുത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലല്ലേ നമുക്കതിൻ്റെ ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു സ്പീക്കർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, വളരെ കനം. അപ്പോൾ സൈസ് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിൻ്റെ തള്ള് കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സൈസ് കുറഞ്ഞൊരു സ്പീക്കറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം കേൾക്കാനായിട്ടൊക്കെ പറ്റും. പരിപാടിയെല്ലാം കഴിഞ്ഞു. ബാറ്ററി ഇട്ട് തന്നെയാണ് ഞാനിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, 4 ബാറ്ററി. അപ്പോൾ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആ പഴയ രൂപത്തിൽ തന്നെ ഇതിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ അഡീഷണൽ കൺട്രോളോ സാധനങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് അതിന് നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്കിതിനെ ആ പഴയ റേഡിയോയുടെ ആ രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. അപ്പം നമുക്കിതൊരിക്കലും വേസ്റ്റായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ IC-യുടെ ഭാഗങ്ങൾ ഓക്കെ ആയിരുന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ശരിയാക്കാൻ പറ്റിയത് കേട്ടോ ഈ വീഡിയോ. അപ്പം നല്ല ക്ലിയറായിട്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഭാഗം പോയിട്ടില്ലെങ്കിൽ നമുക്കിതിന് ചെയ്യാൻ പറ്റും. ആ മെയിൻ ഭാഗം പോയി കഴിഞ്ഞാൽ IC കിട്ടുമെങ്കിൽ നമുക്ക് റെഡിയാക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്നാപ്പിൽ തള്ളുക എന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു 50% നിൽക്കാൻ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം മീഡിയം വേവും നമുക്ക് നല്ല രീതിയിൽ മീഡിയം വേവൊക്കെ നല്ല ഇതിനായിട്ട് ഈ റേഡിയോയിൽ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ക്ലിയറായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ നല്ലതായി. കാരണം കുറേ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് വേറെ സാധനം ചെയ്യാനുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.